വയനാട് തരുവണ സർവീസ് സഹകരണ ബാങ്കിലെ സാമ്പത്തിക തിരിമറിയിൽ ഡിവൈഎഫ്ഐ പ്രതിഷേധം. ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കാതെ താക്കീത് മാത്രം നൽകി ഒതുക്കിയതിലാണ് പ്രതിഷേധം. അന്വേഷണത്തിൽ ജീവനക്കാർ ക്രമക്കേട് നടത്തിയതായി കണ്ടെത്തിയിരുന്നു. വിവരങ്ങളുമായി ലിനറ്റ് വർഗീസാണ് ചേരുന്നത്. ലിനറ്റ്, വിശദാംശങ്ങൾ എന്താണ്? ലക്ഷ്മി, 2023 കേസിനാസ്പദമായി ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാവുന്നത്. ഈ കോൺഗ്രസ് ആണ് ഇത്തരത്തിൽ തരുവണ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വം നൽകുന്നത്. അവിടെയുള്ള ജീവനക്കാരുടെ സാമ്പത്തിക തിരിമറി നടന്നു എന്ന ആരോപണം ഉയർന്നതിനെ തുടർന്ന് ജെആറിനെ ഇതിൽ അന്വേഷണം നടത്താൻ വേണ്ടി നിയമിക്കുകയായിരുന്നു. അതിനുശേഷം ജെആർ കൃത്യമായ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം, അതായത് ബാങ്കിൽ ജീവനക്കാരുടെ തിരിമറി നടന്നിട്ടുണ്ട് എന്നും ജീവനക്കാരുടെ അക്കൗണ്ടുകൾ വഴി കോടികളുടെ പണമിടപാടുകൾ നടന്നു എന്ന് ബാങ്ക് അക്കൗണ്ടുകളുടെ ഡീറ്റെയിൽസും തുകകളും ഒക്കെ തന്നെ വെച്ചുകൊണ്ടുള്ള 50 പേജോളമുള്ള ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഇതിൽ കൃത്യമായി ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകളൊക്കെ ഓരോന്നായി എണ്ണി പറയുന്നുണ്ട്. എന്നാൽ ഈ ഒരു റിപ്പോർട്ടിനെ തള്ളിയിട്ടാണ് രണ്ടാമത് ജെആർ ഒരു താക്കീത് മാത്രമായി ഈ ഒരു നടപടി ഒതുക്കിയത് എന്ന ആരോപണമാണ് ഉയർന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ജെആറിന്റെ നടപടിയിൽ ഈ ഒരു റിപ്പോർട്ടിന് അടിസ്ഥാനം വെക്കാതെ മറിച്ച് ഈ ജീവനക്കാരുടെ മൊഴിയെടുക്കുകയും അവരുടെ വ്യക്തി പ്രശ്നങ്ങൾ കേട്ടത് അതുമാത്രം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടാകുന്നത്. അത് ന്യൂസ് മലയാളം ചാനലാണ് ഇത്തരത്തിലുള്ള വാർത്ത പുറത്തുവിട്ടത്. ഇതേ തുടർന്നാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള പ്രതിഷേധം ഈ ഒരു തരുവണ സർവീസ് സഹകരണ ബാങ്കിലേക്ക് എത്തിയിരിക്കുന്നത്. കൃത്യമായ നടപടി ആവശ്യമാണ് എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. പ്രത്യേകിച്ച് ഒരു സഹകരണ ബാങ്ക് തന്നെയാണ്. ഒരുപാട് ആളുകൾ നിക്ഷേപകരൊക്കെ തന്നെ ഉണ്ട്. അവർക്ക് ഈ ബാങ്കിൽ വിശ്വാസ്യത നഷ്ടപ്പെടുന്നു എന്നാണ് ഇവർ ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജീവനക്കാരുടെ ഈ ഒരു തിരിമറിയിൽ കൃത്യമായ അന്വേഷണം നടത്തി അവർക്കെതിരെ നിയമ നടപടികൾക്ക് ഒരുങ്ങണമെന്നാണ് ഡിവൈഎഫ്ഐ ആവശ്യപ്പെടുന്നത്. ലിനറ്റ് വർഗീസാണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചപ്പോൾ.